നിങ്ങളുടെ ഈ മുളക്കാലും വെച്ചിട്ട് നടന്നാലേ നമ്മളവിടെ നമ്മൾ ഉച്ചാവും. അത് നേരാ. ഓട്ടോറിക്ഷയ്ക്ക് പോവാ. എന്നാ ഓട്ടോറിക്ഷ വരട്ടെ. എന്തായാലും ഇതാ കണ്ട 9:00 ഇനി കുറച്ച് സമയമുള്ളൂ. ഓട്ടോറിക്ഷയ്ക്ക് പോന്നാൽ എന്റെ ശ്യാമളക്കേ നമ്മളിപ്പോ ഈ പൈസ ഇറക്കുന്നതില് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അല്ല എനിക്കിപ്പോ അത് ഇല്ലാന്ന് പറയാൻ വയ്യ. അല്ല നിങ്ങൾക്ക് നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ ഒഴിഞ്ഞാലിട്ടോ. വിശ്വാസക്കാരല്ല നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞു? വിശ്വാസക്കാരുണ്ടല്ലോ നിങ്ങളിപ്പോ മര ബിസിനസ്സിൽ ഇപ്പൊ നിങ്ങളെ എല്ലാം ഇവിടെ വേറെ ആരുമില്ലല്ലോ. അതൊന്നുമല്ല. അല്ല നമ്മൾ ഒരു എല്ലാ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ല നിങ്ങളെ ഒറ്റാളെ വിശ്വാസം അറിയണത് വേറെ എന്താ മതി. ഇതിപ്പോ മൊയ്തുക്കാ ഈ കലക്ടർ ഇത്ര പെട്ടെന്ന് ഈ മരം മുറിക്കണം എന്ന് പറഞ്ഞ എന്തിനാ? അല്ല ഇവിടുത്തെ വാർത്തയൊന്നും നിങ്ങൾക്ക് ദുബായിലൊന്നും എത്തില്ല. പിന്നെ ഇങ്ങനെ കേൾക്കാത്ത മാതിരി നാളെ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായില്ലേ? കോഴിക്കോട് സ്കൂളിൽ തെങ്ങ് വിട്ടൊരു കുട്ടി മയ്യത്തായൊരു സംഭവം. അതല്ലേ? അപ്പൊ കുറേ കാലം അപകട ഭീഷണി നിന്ന് തെങ്ങാണ് മുറിക്കണം അവസാനം ആ കുട്ടി മയ്യത്താനെ വെച്ചാണ് ആ തെങ്ങ്. എന്താണ് പറയണത് നിങ്ങൾ? അതിനുശേഷം വേറെ ഒരു സംഭവം ഉണ്ടായിക്കണ്. ഒരു ടെമ്പോന്റെ മേലേക്ക് വലിയ മരം വീണിട്ട് കുട്ടികൾ മുഴുവൻ പരിക്ക് പറ്റിയിട്ട് ഈ 2 സംഭവം കൂടി അപ്പൊ കളക്ടർ തീരുമാനം എടുത്ത് അപകട ഭീഷണിയുള്ള എല്ലാം മരം മുറിച്ചാളിന്ന്. അതല്ലേ നല്ല തീരുമാനമാണ്. ഇനിയെങ്കിലും നമ്മുടെ നാട്ടില് ഈ മരം വീണിട്ട് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടായിരുന്നാണ് അതിന്റെ ഒരു ഇത്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നല്ല ആൾക്കാരുണ്ട്, ബോധമുള്ളവരൊക്കെ. ഇതിപ്പോ ഇവര് ഈ ലേലത്തിൽ വെച്ചേക്കുന്നതിൽ ഇപ്പൊ ഏകദേശം എത്ര മരം ഉണ്ടാവും? 30 ഉണ്ടെന്നാ കേൾക്കണത്. ആ 30 വാഗണ്ട്, പ്ലാവുണ്ട്, തേക്കുണ്ട്. തേക്ക് ഒരു 5-8 ഉണ്ടെന്നാ കേട്ട്. നല്ല മൂത്ത തേക്കാ. അതിന് നമുക്ക് കായ് കിട്ടും. ഇതിപ്പോ ഈ 30 മരങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതില് 30 അപകട ഭീഷണി ഉള്ളതാണ്. ആര് പറഞ്ഞു? 30 അപകട ഭീഷണി ഇല്ല. അപകട ഭീഷണി ഉള്ള 10 ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചുളിവിൽ അങ്ങോട്ട് മുറിക്കല്ലേ. എല്ലാവർക്കും കഴിഞ്ഞു കൂടണ്ടേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ കഴിഞ്ഞുവിടാൻ പോണേ. ഇത് ദുബായ് അല്ല, കേരളാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്താ ഓട്ടോറിക്ഷ കാണാനല്ലോ? അതന്നെ ഞാൻ നോക്കണേ. ആവശ്യത്തിനൊന്നും വരൂല. നമ്മളിപ്പോ പൈസ മുടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഇതിപ്പോ നമുക്ക് ഏകദേശം ഇപ്പൊ എത്ര ഇതിനുള്ളിൽ കിട്ടും? ചുരുങ്ങിയ ഒരു മാസത്തിനുള്ളിൽ. പിന്നെ ഇത് 1 മാസം കൊണ്ട് മരങ്ങളൊക്കെ മുറിക്കണം എന്നാണല്ലോ കളക്ടർ ഓർഡർ. മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ കാലതാമസവും? അപ്പൊ കായ് കൈമ കിട്ടും. എനിക്കാണെങ്കിൽ അതിന്റെ അടുത്ത മാസം മോളെ നിക്കാകല്ല, അപ്പൊ കായ് വേണ്ടേ കൈമല്? അതെ, പൈസ വേണം. അതാണ് ആൾക്ക് വരൂ. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിനി ഓട്ടോറിക്ഷ ആക്കേണ്ട സമയം ഇങ്ങോട്ട് നോക്കി. നിങ്ങള് 9:10 മിനിറ്റ് ഉള്ളൂ. നമുക്ക് ജംഗ്ഷൻ വരെ നടന്ന ബസ് കിട്ടുമല്ലോ. ഞാൻ നടന്നോളൂ, അത് കുഴപ്പമില്ല. എനിക്ക് കാല് വെച്ചിട്ടല്ലേ നടക്കണേ. നിങ്ങൾ പോരി. നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല. പോരി. കോളടിച്ചില്ല സാറേ. 10ാം ശമ്പള കമ്മീഷൻ 2000 മുതൽ 12000 രൂപ വരെയാ ശമ്പള വർധന. പാവം ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് മാത്രം ഒരു വർധനവും ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കുക. കാര്യല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഗവൺമെന്റ് വേണ്ട തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു കലിങ്ക് നിർമ്മാണ പദ്ധതി ആർക്കാണ്? ഒരു കൊതുക് നിവാരണ പദ്ധതി ആർക്കാണ്? തൊഴിലുറപ്പ് പദ്ധതി ആർക്കാണ്? അതൊന്നും പോരാണ്ടാണ് ഇപ്പൊ എന്താണ് അപകടകാരികളായിട്ടുള്ള മരങ്ങൾ മുറിക്കാനുള്ള ഒരു പദ്ധതി ഇതാ കളക്ടർ ഓർഡർ ചെയ്തിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴാ സാറേ ആ ടെൻഡർ പുറത്തു പോരുത്. നമ്മുടെ പഞ്ചായത്തിലെ മരം മുറിക്കാനുള്ള ടെൻഡർ പുറത്തു പോരുത്. എന്താ കാര്യം? ചോദ്യം. എന്റെ കൂട്ടുകാരി സുഹറയുണ്ട്. സുഹറയുടെ ബാപ്പ മൊയ്തൂന് ആ ടെൻഡർ കൊടുക്കണം. അതില്ല സാറ് എങ്ങനെയെങ്കിലും ഒക്കെ നടത്തി തരുമെന്ന് എനിക്കറിയാം.